കേരളത്തിൽ 3 മുന്നണികളും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. ഈ മുൻകാലങ്ങളിൽ അപ്പോൾ അതീവ ജാഗ്രത ഇല്ലയോ എന്ന് ചോദിക്കും. ആ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് ജാഗ്രതയിലാണ്. കാരണം ഒരു മൂന്നാമത്തെ ഒരു മുന്നണി ശക്തിപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മറ്റ് 2 മുന്നണികളും അതീവ ജാഗ്രതയിൽ. ഇല്ലെങ്കിൽ നമ്മൾക്കറിയാം, ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രമോ കുതന്ത്രങ്ങളോ ആവിഷ്കരിച്ച് ഭരണം മാറ്റി മാറ്റി പിടിച്ചു കൊണ്ടുപോകാൻ ഇരു മുന്നണികൾക്കും അറിയാം. പ്രത്യേകിച്ച് LDFന് അതിലുള്ള കൗശലം വളരെ കൂടുതലുമാണ്. ഇവിടെ ഇപ്പോൾ അതീവ ജാഗ്രതയിലേക്ക് പോകാൻ കാരണം തദ്ദേശ പോരാട്ടത്തിനകത്ത് BJP ഒരു നിർണായക ശക്തിയായിട്ട് മാറും. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷൻ BJPയുടെ കൈകളിലേക്ക് മാറി. അത് BJPയുടെ ഒരു പുതിയ വളർച്ചയുടെ പടവാണ്, പുതിയ ഒരു കയറ്റം കൂടിയാണ്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഈ 2 മുന്നണികളും ഇത് പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് 2026 കേരളത്തിൽ ഒരു 10 സീറ്റ് BJP നേടിയിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കോർപ്പറേഷൻ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം, തിരുവനന്തപുരത്തും ജില്ലയിലും തൃശ്ശൂരിലും കൊല്ലം ജില്ലയിലും കാസർഗോഡും ഇവിടങ്ങളിലൊക്കെ ആലപ്പുഴ ജില്ലയിലും ഒക്കെ BJPയുടെ ഒരു കടന്നുകയറ്റവും പടർന്നു പന്തലിക്കുന്നതുമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം തന്നെ നോക്കിയാൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നേടിയിരിക്കുന്നതിൻ്റെ നിലനിർത്തുന്നതിൻ്റെ ഒരു കാരണം പ്രധാനപ്പെട്ട 3 നിയമസഭാ മണ്ഡലങ്ങളാണ്. 1 നേമം, 2 വട്ടിയൂർക്കാവ്, 3 കഴക്കൂട്ടം. പിന്നീട് തിരുവനന്തപുരം സെൻട്രൽ ഉണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ LDFും BJPയും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ഈ വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തുമാണ് ഒരു BJPയുടെ ഒരു വലിയ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നമുക്ക് നിയമം അറിയാൻ 2016 BJPക്ക് കിട്ടിയതാണ്. BJPക്ക് എന്നാതെ അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രധാന അജണ്ട തന്നെ. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുന്നു. ഈ BJP എത്ര ഗൗരവമായിട്ട് ഈ 3 മണ്ഡലങ്ങളെ കാണുന്നുണ്ടോ, അതുപോലെ തന്നെയാണ് മറ്റ് 2 മുന്നണികളും ഈ 3 മണ്ഡലങ്ങളെയും കാണുന്നത്. കാരണം BJP വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മുഴുവൻ ഇവർ ഇവിടെ ആവിഷ്കരിക്കും. ഏതെങ്കിലും ഒരു പാർട്ടി ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുന്ന സ്ഥിതിയിലേക്ക് എത്തും. മുൻകാലങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ട്, നേമത്തും മറ്റും. അപ്പൊ അത് മറ്റൊരു മുന്നണിക്ക് ഇവിടെ വിജയസാധ്യതയിലേക്ക് മാറുന്നു. BJPയെ തളർത്തിയിടുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷെ ഇത് രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർ ഈ കാര്യം മനസ്സിലാക്കിയെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇനിയിപ്പോൾ ഉണ്ടാകത്തില്ല. കാരണം നേമത്ത് ഏതു തരത്തിലുള്ള ചുവടുവയ്പ്പാണ് നടത്തേണ്ടത് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിന് അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നേറ്റം കുറിച്ചിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് നേമം. ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനകത്ത് മിക്ക വാർഡുകളും BJPയുടെ കൈകളിലേക്കാണ് വന്നത്. അതുപോലെ തന്നെ തൊട്ട് അടുത്തുള്ള വട്ടിയൂർക്കാവ് മണ്ഡലം നഗരഹൃദയത്തിലാണ് നിൽക്കുന്നത്. പഴയ നോർത്ത് മണ്ഡലമാണ് വട്ടിയൂർക്കാവായിട്ട് വരുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തില് മുൻ മേയർ പ്രശാന്താണ് ഇപ്പോൾ അവിടുത്തെ MLA. പ്രശാന്ത് മറ്റ് CPMകാരിൽ നിന്ന് വ്യത്യസ്തനാണ്. CPMകാരുടെ ഈ ധാർഷ്ട്യ സ്വഭാവം ഒന്നും കാണിക്കാതെ കൂടുതൽ ജനകീയനായിട്ട് നിന്ന് മുന്നേറുകയാണ്. അവിടെയാണ് ഈ BJP പയറ്റാൻ ഇറങ്ങുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ വട്ടിയൂർക്കാവില് നടൻ കൃഷ്ണകുമാർ ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കൃഷ്ണകുമാർ അത്തരത്തിലുള്ള പ്രവർത്തനവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിശക്തമായിട്ടുള്ള, പ്രത്യേകിച്ച് നായർ സമുദായത്തിന് കൂടുതൽ ആധിപത്യമുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്.
ഈ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ കൂടുതൽ ജനപ്രിയനാണ്, കൂടുതൽ ജനകീയ വിഷയങ്ങളുമായിട്ട് അദ്ദേഹം രംഗത്ത് നിൽക്കുന്നുണ്ട്. സദാസമയവും അവിടുത്തെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ഏറ്റെടുക്കുന്നതിൽ. പിന്നീട് വരുന്നത് കഴക്കൂട്ടമാണ്. ഈ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലമാണ്, അതിലുള്ള വാർഡുകളാണ് കൂടുതലായിട്ടും BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. കഴക്കൂട്ടം വളരെ നേരത്തെ തന്നെ BJP നോട്ടമിട്ടിട്ടുള്ളതാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട്, വി മുരളീധരൻ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ BJP വലിയ ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഇടമാണ് ഈ കഴക്കൂട്ടം മണ്ഡലം. അവിടെ ഈ മൂന്നിടങ്ങളിലേക്കാണ് പലരും തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്ന് വിചാരിച്ച് തിരുവനന്തപുരം സെൻട്രൽ നോട്ടമില്ല എന്നല്ല, ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അത് CPM-നെ വെട്ടിലാഴ്ത്താൻ കഴിയും എന്നുള്ളതും BJPക്ക് അറിയാം. കാരണം ഇവിടെ ഈ നിലവിൽ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവാണ്. ഇനിയിപ്പോൾ LDF-ലെ അകത്ത് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും ആ സീറ്റ് കൊടുക്കത്തില്ല, അവർക്ക് സീറ്റ് കൊടുക്കത്തില്ല. ഈ ഒറ്റയാൾ പട്ടാളങ്ങളെയൊക്കെ മിക്കവാറും CPM അങ്ങ് വിഴുങ്ങും, ഈ സീറ്റ് അവരങ്ങ് എടുക്കും. എന്നിട്ട് CPM മത്സരിച്ചു കഴിഞ്ഞാൽ, കാരണം അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാനത്തുള്ളവർക്ക് ഭരണത്തിൻ്റെ ദുഷ്ചെയ്തികൾ നേരിട്ട് മനസ്സിലാക്കാനും കാണാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ജില്ലകളെ പോലെ അല്ല, തിരുവനന്തപുരത്തുകാർ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ ഭരണത്തിന് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമായിരിക്കും. എപ്പോഴും കേരളം ആര് ഭരിക്കുന്നോ അവരോടൊപ്പം നിൽക്കുന്നതാണ് ഈ തിരുവനന്തപുരവും കൊല്ലം ജില്ലയും. ഇപ്പോൾ തന്നെ നോക്കുക, 2021 അത് തന്നെയാണ് സംഭവിച്ചത്. ഈ രണ്ട് ജില്ലകൾ, തിരുവനന്തപുരത്ത് ഒരു ജില്ല ഒഴികെ മുഴുവൻ, ഒരു മണ്ഡലം ഒഴികെ ബാക്കിയെല്ലാം LDF-ന്റെ കയ്യിലാണ്. കൊല്ലത്തും അതുപോലെ തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഇതൊക്കെ തിരിച്ചടി ഉണ്ടാകും. ഈ രണ്ട് ജില്ലകളിൽ വലിയ പരാജയം LDF-ന് നേരിടേണ്ടി വരും എന്നുള്ളതാണ്. BJP കൊല്ലം ജില്ലയിലായാലും ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുകയാണ്. അത് ഇക്കുറി അതിനേറെ സാധ്യതയും കൂടുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഈ 3 മണ്ഡലങ്ങളാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് വരുന്ന കാട്ടാക്കട മണ്ഡലത്തിലും അതുപോലെ തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന മലയോര മേഖലയായിട്ടുള്ള നെടുമങ്ങാടും BJPക്ക്, ഈ നെടുമങ്ങാടും കാട്ടാക്കടയും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. ഇവിടങ്ങളിലെല്ലാം കാട്ടാക്കടയിൽ BJP അന്ന് 1ാമതും നെടുമങ്ങാട് 2ാമതുമാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെയും കൂടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ മറ്റ് 2 മുന്നണികളെയും ഒരു ഭീതിയിലാഴ്ത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.